हूँ। എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. सभी को मैं स्वागत करता हूँ। ഇത് നമ്മളെ സഹായിക്കട്ടെ. परमेश्वर सहायता करने पाए। മനോഹരമായ പാട്ടുകൾ പാടുന്ന ദൈവത്തെ अच्छे ആരാധിക്കുകയായിരുന്നല്ലോ. अच्छे गीत गाकर हम परमेश्वर की आराधना कर रहे थे। ആമേ. കർത്താവ് ഇന്ന് രാവിലെ എല്ലാവരെയും വാസ്തവമായി ആ പാട്ടിന്റെ വരികൾ എത്ര പേർ ധ്യാനത്തോടെ പാടി, ആമേൻ, ഈ ദിവസങ്ങളിൽ ആ പാടിയതുപോലെ വളരെ അധികം പ്രത്യാശയോടെ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. मैं धन्यवाद करता हूँ आज की सुबह जितने लोगों ने हम सब साथ मिलकर इस गीत को गा रहे थे, बड़े ही आशा के साथ इन दिनों में हम आगे बढ़ते जाए। എല്ലാ വിശുദ്ധന്മാർക്കും വന്ദനം അറിയിക്കുന്നു. सभी प्रभु के दासों का मैं धन्यवाद करता हूँ। പിതാക്കന്മാരെ ദേവാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. सभी पिताओं का मैं परमेश्वर को धन्यवाद करता हूँ जिस വളരെ सभा में जुड़े हैं। ബഹുമാനത്തോടെ ആദരവോടെ ഞാൻ നിങ്ങളുടെ ദൈവസന്നിധിയിലായിരിക്കുന്നു. मैं बड़े ही आदर के साथ आप सबके बीच में उपस्थित हूँ। ആമേ. സീനിയേഴ്സായ പിതാക്കന്മാർ ദൈവാസന്മാർ കൂടുതൽ എത്ര അനുഗ്രഹമായ കാര്യമാണ്. बड़े 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 सयाने अगर पासवान हमारे साथ हैं तो कितने ही आनंद की बात है। പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധന്മാരുടെ സമൂഹത്തിന്റെ മധ്യത്തിലാണ് ഞങ്ങൾ ദൈവജനമായിട്ടായിരിക്കുന്നത്. बड़े ही प्रार्थना के साथ प्रार्थना करने वालों के बीच में ही हम यहाँ बैठे हैं। വളരെ സന്തോഷത്തോടെ ഞങ്ങളായിരിക്കുന്നു. बड़े ही आनंद के साथ हम यहाँ बैठे हुए हैं। എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കായി നന്ദി പറയുന്നു. सभी की प्रार्थनाओं के लिए धन्यवाद करते हैं। പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രേരണ നൽകിയ ഒരു സന്ദേശമായിട്ട് വളരെ പ്രാർത്ഥനയോടെ ഞങ്ങൾ രാവിലെ മുമ്പായിരിക്കുക. बड़े ही आनंद के साथ पवित्र आत्मा ने दिया हुआ संदेश के साथ हम आपके सामने आज आए हैं। നമ്മളെ സഹായിക്കട്ടെ. परमेश्वर सहायता करने पाए। ദിവസം വായിക്കുമ്പോൾ വിശുദ്ധന്മാരോട് ചേർന്ന് നിന്ന ഒരുപാട് വ്യക്തികളെ നാം കാണുന്നുണ്ട്. जब हम किताब बाइबल को पढ़ते हैं तब सुनते हैं परमेश्वर के साथ लगे रहे, परमेश्वर के साथ हमेशा चलने वालों के बारे में लिखा हुआ है। ദൈവദാസന്മാരോട് ചേർന്ന് പറ്റി നിന്നവരെ നാം കാണുന്നുണ്ട്. हम ऐसे भी देखते हैं कि जो प्रभु के जो लोग थे, प्रभु के दास थे, उनके साथ भी जो साथ साथ चलते थे उनके बारे में भी लिखा हुआ है। വളരെ ദർശനമുള്ള അഭിഷിക്തന്മാരുടെ കൂടെ നിൽക്കുന്നത് വലിയ സൗഭാഗ്യകരമായ കാര്യമാണ്. बड़े ही प्रकाशन और दर्शन से भरे हुए लोगों के साथ रहना भी एक आशीष का कारण है। നമ്മെ വലിയ ദർശനമുള്ള ഒരു അഗുവ, ഒരു നേതാവ്, ഒരു ആത്മീക നേതാവ് നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ അനുഗ്രഹമായ കാര്യമാണ്. अगर दर्शन से भरा अगुआ अगर हमारे साथ है तो ये बहुत ही आशीष की बात है। ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमें सहायता करने पाए। പ്രാർത്ഥിക്കുവാൻ ദർശനം പ്രാപിച്ച ദൈവത്തെ ഐക്യതയോടെ നിൽക്കുവാൻ ദർശനം പ്രാപിച്ച അഭിഷിക്തന്മാരുടെ നടുവിലാണ് നാം ആയിരിക്കുന്നത്. हम अभी इस समय दर्शन के साथ प्रार्थना के साथ जो विश्वास में चलने वालों के मध्य में यहाँ बैठे हुए हैं। വളരെ പ്രാർത്ഥനയോടെ നാം ഒരുമിച്ചായിരിക്കാം. बड़े ही प्रार्थना के साथ हम आगे बढ़े। പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. तो पवित्र आत्मा हमसे बात करने पाए। നാം ചിന്തിപ്പാൻ ഉദ്ദേശിക്കുന്ന വിഷയം, आज हम जो बंधन करने का विषय है, cling to the promise, not just to the person. जो वाचा के साथ बने रहे, ना केवल उस मनुष्य के साथ। ഒരുപാട് ആളുകൾ വിട്ടുപിരിഞ്ഞു പോകുന്നതായി നമുക്കറിയാം പലയിടങ്ങളിൽ നിന്ന്. हम कई बार देखते हैं कि लोग पीछे हट जाते हैं, बातों से हट जाते हैं। നമുക്കറിയാം പ്രസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ പൊഴിഞ്ഞു പോകാറുണ്ട്. कितनी बार बड़े बड़े संस्थाओं से लोग निकल जाते हैं। നമ്മുടെ ഇടയിലും എത്രയോ പേർ പണ്ട് ഒരുമിച്ച് നമ്മൾ രാവിലെ പാടി ആരാധിച്ച ഒരുപാട് പേർ നമ്മുടെ ഗ്രൂപ്പിൽ വരാതെ അവർ പിരിഞ്ഞു പോയിട്ടുണ്ട്. ऐसा ऐसा भी हो सकता है कि हमारे बीच में पहले आराधना करते थे, फिर अभी धीमे धीमे भटक गए हैं। അതിന് പല പല കാരണങ്ങളുണ്ടാകാം. इसके पीछे बहुत सारे कारण हो सकते हैं। വിട്ടു പിരിഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ട്. छोड़कर भटक जाने वाले बहुत लोग हैं। അതിന് ചില കാരണങ്ങളുമുണ്ട്. इसके पीछे कुछ कारण भी है। ആ കാരണങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. वो जो कारण है उसके पीछे उसको हमें बड़ी प्राथमिकता देना है। രാവിലെ നാം ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വിട്ടു പിരിയാതെ നിൽക്കുന്നവർക്കായി സ്തോത്രം ചെയ്യാം. आज जो हमारा विषय है कि जो छोड़कर नहीं जाने वालों के लिए हम परमेश्वर का धन्यवाद करेंगे। Cling to the promise, not just to the person. वाचा के साथ बंधे रहना, ना केवल मनुष्य के साथ। പലപ്പോഴും ആളുകളെ മാത്രം നോക്കി പോകുന്നതുകൊണ്ടാണ് അവർക്ക് പിരിഞ്ഞു പോകുവാൻ കാരണമാകുന്നത്. कितनी बार ऐसा भी होता है कि मनुष्य को देखकर ही वे आगे बढ़ते हैं, उसके पीछे का वाचा नहीं देखते हैं। എന്നാൽ ആ ആളുകളുടെ ദർശനത്തെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ആ ആളുകൾ സേവിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കാത്തതുകൊണ്ട് പലപ്പോഴും അവർക്ക് മാനുഷികമായ രീതിയിലെ പ്രശ്നം വരുമ്പോൾ പിരിഞ്ഞു പോകാറുണ്ട്. ऐसा भी होता है कि जो वे मनुष्य के साथ रिश्ते में है, उनके दर्शन को ना देखकर वो जिस परमेश्वर की सेवा करते हैं उसे ना देखकर मानुषिक जो मनुष्य के बीच में जो रिश्ता है उसे देखकर वे भटक जाते हैं। ഉറച്ചു നിൽക്കാൻ നമുക്ക് ഒരുമിച്ച് हमें प्रियो मजबूत रहना है। നമ്മൾ ശരിയായ സ്ഥാനത്താണ് നിൽക്കുന്നത്. हम अभी बहुत ही एक अच्छे समय पे जी रहे हैं। ആമേൻ. നല്ല ആളുകളോട് ചേർന്നാണ് നാം നിൽക്കുന്നത്. अभी इस समय प्रियो हम अच्छे लोगों के साथ रिश्ते में है। ആമേൻ. ദർശനമുള്ള ആളുകളുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് എത്ര സന്തോഷമുള്ള കാര്യമാണ്. दर्शन के साथ दर्शन वाले लोगों के साथ रहना कितने सौभाग्य की बात है। ദൈവത്തിന്റെ ആത്മീക ദർശനം പ്രാപിച്ചവരോട് കൂടെ ശുശ്രൂഷിക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. जो परमेश्वर के दर्शन पे चलने वाले लोगों के साथ अगर हम प्रियो सेवा करते हैं, ये बहुत ही
सौभाग्य की बात है। മറ്റൊരു കാര്യം പറഞ്ഞാൽ വിട്ടുപിരിഞ്ഞ് പോയവർ പോകട്ടെ. अगर दूसरी बात हम कहें तो जो भटक के चले गए उनको जाने दे। അവർക്ക് വേണ്ടി ചിന്തിക്കും, അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതും ഒരു വലിയ പ്രയോജനമുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. जो अगर भटक गए हैं उनको अगर वापस लाने के पीछे अगर मेहनत करने की बात है तो मैं उसको ज्यादा समर्थन नहीं देता। ആമേ, നിൽക്കുന്നവരെ വീഴാ നിർത്തുവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. जो साथ में है उनको वे ना पीछे हटने पाए, इस बात का हमें प्रयास करना है। നമുക്ക് നൽകിയ ദർശനത്തെ നാം പ്രാപിച്ച ദർശനം നാം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ അവർ അത് മനസ്സിലാക്കണം. हमें जो दर्शन मिला है, हमें जो बुलाहट मिली है, वे दूसरे समझने पाए और दूसरों तक वो बात पहुंचे। ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഇന്ന് രാവിലെ ഞങ്ങൾ ആയിരിക്കുന്നത്. आज एक बहुत बड़े उदाहरण के साथ मैं आपके बीच आया हूँ। എല്ലാവരും കാണാപ്പാഠം അറിയാവുന്ന കുഞ്ഞു കുട്ടികൾ പോലും സൺഡേ സ്കൂളിൽ പോലും പഠിക്കുന്ന കാണാപ്പാഠം പഠിച്ച ഒരു ചരിത്ര ഭാഗവുമായിട്ട് നമുക്ക് ഈ ഭാഗം ചിന്തിക്കാം. एक सभी को परिचित एक भाग है, एक छोटे बच्चे से पूछे तो भी उसे ये बात पता होगी, वो आपके बीच में मैं लाया हूँ आज। റൂത്തിന്റെ പുസ്തകത്തിൽ ഓർപ്പയെ കുറിച്ച് വായിക്കുന്നു. ഓർപ്പ പൊട്ടിക്കരഞ്ഞു, വിട്ടുപിരിഞ്ഞു എന്ന് വായിക്കുന്നു. वहां पे जब हम रूत की किताब पढ़ते हैं, रूत की किताब में ओरपा के बारे में लिखा है, तब ओरपा रोकर अपनी सास से अलग हो गई। എന്നാൽ റൂത്ത് പറ്റി നിന്നു എന്ന് വായിക്കുന്നു. लेकिन हम पढ़ते हैं रूत अलग ना हुई। ഈ സന്ദേശത്തിന്റെ കാതലായ വിഷയം എല്ലാവർക്കും മനസ്സിലായി. ചേർന്ന് നിന്നാൽ അനുഗ്രഹവും വിട്ടുപിരിഞ്ഞാൽ നാം ദൈവഭവനത്തിന് പുറത്തേക്ക് പോകുന്നതുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. इसके पीछे का हमें सार पता है कि अगर हम साथ रहेंगे तो प्रभु आशीष करेगा, अगर हम भटक जाएंगे तो हम भटक जाएंगे। ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഓർപ്പയെ ഒരു മോശം സ്ത്രീയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. यहाँ इस संदर्भ में देखें तो हम ओरपा यहाँ पे गलत नहीं है। എന്നാൽ അവൾ ഒരു സാധാരണ സ്ത്രീ, ദർശനം പ്രാപിക്കാത്ത ഒരു സ്ത്രീ എന്നല്ല നമുക്കറിയാം. एक साधारण स्त्री है जिसके पास कोई दर्शन नहीं है। അവൾ എടുത്ത തീരുമാനം ഒരു നാച്ചുറൽ ഡിസിഷൻ എന്ന് വെച്ചാൽ സാധാരണ തീരുമാനമാണ് എടുത്തത്. സാധാരണ തീരുമാനം, जो उसने निर्णय लिया वो एक सामान्य मनुष्य के एक निर्णय था। അത് ഒരു വലിയ വിപത്തായി മാറിയത് നമുക്കറിയാം. പിന്നീട് എന്ന് പറഞ്ഞാൽ അവൾക്ക് ലഭിക്കേണ്ട നന്മ ലഭിച്ചില്ല, അത് മറുഭാഗമുണ്ടെങ്കിലും അവൾ ഒരു നാച്ചുറൽ ഡിസിഷനാണ് എടുത്തത്. लेकिन हम जानते हैं ओरपा की वो निर्णय के कारण उसको बहुत चीजों का सामना करना पड़ा। जो आशीष उसे मिलनी थी वो मिला नहीं, लेकिन जो निर्णय उसने लिया काफी सामान्य निर्णय था। എന്നാൽ ഓർക്കുക, റൂത്തിന്റെ നിർണയമാണ് പ്രാധാന്യം അർഹിക്കുന്നത്. लेकिन यहाँ पे हम देखते हैं रूत का जो निर्णय था वो यहाँ पे प्राथमिकता रखता है। വലിയ ദർശനം പ്രാപിച്ച റൂത്ത്, एक बहुत बड़ी दर्शन को पाई हुई स्त्री रूत, നവോമി എന്ന വൃദ്ധയായ സ്ത്രീയെ മാത്രമല്ല, ആ സ്ത്രീ പ്രാപിച്ച ദർശനവും ആ സ്ത്രീയുടെ ദൈവത്തെയും മനസ്സിലാക്കിയ റൂത്താണ് ബethlehem മടങ്ങി വന്നത്. यहाँ पे देख सकते हैं रूत ना केवल नवोमी के साथ एक रिश्ता बनाए रखने के लिए अलग ना हुई, बल्कि नवोमी के दर्शन को और नवोमी के परमेश्वर को देखकर वो बेथलेहम वापस आती है। ഓർപ്പ കേവലം ആ സ്ത്രീയെയാണ് കണ്ടത്, നവോമിയെ. ओरपा जो है उसने सिर्फ नवोमी की तरफ ध्यान दिया। അവളുടെ ബുദ്ധിയിൽ കാര്യങ്ങൾ മനസ്സിലായി, വൃദ്ധയായ ഒരു സ്ത്രീ കൂടെ പോയാൽ അപകടമാണ്. उसके दिमाग में, उसके बुद्धि में ये बात आई कि वृद्ध स्त्री है, इसके साथ जाएंगे तो हम परेशान होंगे। അതൊരു സാധാരണ ലോകത്തിലെ സത്യവുമാണ്. हमारे संसार में ये एक आम बात है। എന്നാൽ നമുക്കറിയാം, ആത്മീയ ദർശനം പ്രാപിച്ച റൂത്താണ് കണ്ണുമടച്ച് നവോമിയുടെ പുറകെ യാത്ര ചെയ്യുന്നത്. लेकिन हम जानते हैं आत्मिक आंखों से अगर हम देखें तो प्रियो दर्शन देखकर रूत आंख बंद कर नवोमी के साथ चली जाती है। പലപ്പോഴും ഇതുവരെ കാണാത്ത ബethlehem നാം എല്ലാം യാത്ര ചെയ്യുന്നത്. ആമേ, പലപ്പോഴും നാം ഒന്നും നേരിട്ട് നമ്മുടെ കണ്ണുകളാൽ കാണാത്ത ബethlehem നാം യാത്ര ചെയ്യുന്നത്. प्रियो ऐसा भी होता है कई बार कि हम जिस चीज को हम देखे नहीं, ऐसे बेथलेहम की तरफ हम यात्रा करते हैं। വിശ്വാസത്താൽ നാം യാത്ര ചെയ്യുകയാണ്. हम प्रियो विश्वास के साथ यात्रा कर रहे हैं। ദൈവത്തെ കുറിച്ച് നന്നായിട്ട് വെളിപ്പാട് നാം പ്രാപിച്ചവരാണ്. प्रियो हम परमेश्वर के उस प्रकाशन को पाए हुए लोग हैं। പലപ്പോഴും നമ്മുടെ ഭാവിയെ നാം വിശ്വാസത്താൽ കണ്ടാണ് യാത്ര ചെയ്യുന്നത്, വിശ്വാസത്താൽ കണ്ടുകൊണ്ട്. कई बार हम अपने भविष्य को विश्वास की आंखों से देखकर यात्रा करते हैं। നമുക്കറിയാം, നമ്മുടെ യാത്രയിൽ നാം ആ സ്ഥാനത്ത് എത്തിച്ചേരും. लेकिन प्रिय हमें पता है हम उस यात्रा में हम उस पदवी तक, उस स्थान तक पहुंच जाएंगे। കാരണം കേവലം നവോമിയെ, നമ്മുടെ ലീഡേഴ്സിനെ, മുമ്പിൽ നടന്നവരെ മാത്രം കണ്ടല്ല
അവരുടെ ദൈവത്തെ കണ്ടിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. क्योंकि प्रियो हम आगे चलने वाले नवमी को ही नहीं बल्कि उसके परमेश्वर की तरफ भी देखते हैं। നാം നിൽക്കുന്ന പ്രസ്ഥാനത്തിലെ ആത്മീയ നേതാക്കന്മാരെ മാത്രമല്ല അവരുടെ ദൈവത്തെയും കണ്ടിട്ടാണ് നാം യാത്ര ചെയ്യുന്നത്. हम अपनी संस्था के बड़े अध्यक्षों और पासवानों को देखकर नहीं, वो जो परमेश्वर की सेवा करते हैं उस परमेश्वर की तरफ देखकर सेवा करते हैं। ആമേൻ. നമ്മെ നടത്തിയ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആത്മീയ പിതാക്കന്മാർ അവർ നല്ലവരായിരുന്നു. അവരുടെ ജീവിതത്തിലെ ചില നന്മകളെ മാത്രം കണ്ട് നാം ക്രിസ്തീയ മേഖലയിലേക്ക് വന്നവരല്ല. പിന്നെയോ അവർ സേവിക്കുന്ന ദൈവത്തെയും അവരുടെ ദൈവത്തെയും അറിഞ്ഞിട്ടാണ് നാം ദൈവത്തെ സേവിക്കുന്നത്. हमें विश्वास में लाने वाले प्रभु के दासों को, उनके जीवन को देखकर, उनके जीवन में होने वाली भलाइयों को देखकर ही हम मसीहत में नहीं आए, बल्कि जिस परमेश्वर की वे सेवा करते थे उस परमेश्वर को देखकर हम मसीह में आए। ആമേൻ. നമ്മെ ആത്മീക വിഷയത്തിലേക്ക് കൊണ്ടുവന്നവർ ആത്മീകരായിരുന്നു. ആമേൻ. അവരുടെ മാനുഷികമായ വിഷയങ്ങളെ മാത്രമല്ല പിന്നെയോ അവർ സേവിക്കുന്ന ദൈവത്തെ കണ്ടെത്തിയത് കൊണ്ടാണ് ആമേൻ ഈ കഷ്ടങ്ങളിൽ നാം ഉറച്ചു ദൈവത്തിന്റെ വേല ചെയ്യുന്നത്. प्रियो, हम जिस परमेश्वर की सेवा करते हैं उस परमेश्वर को हम जानने के बाद ही आज हम इतने कठिनाई की तरफ हम चल रहे हैं। ഇന്ന് രാവിലെ നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. अभी आज के हम अपने विषय में वापस आएंगे। ക്ലിങ് ടു ദ പ്രോമിസ്. वाचा के साथ बंधे रहना। ആമേൻ. നമ്മുടെ വാചയിൽ, നമ്മുടെ വാഗ്ദത്തത്തിൽ നാം മുറുകെ പിടിക്കാം. ആമേൻ. കർത്താവ് പറഞ്ഞ നിരവധി വാഗ്ദത്തങ്ങളുണ്ട്. हमें जो परमेश्वर ने हमारे साथ वाचा बांधी है, जो वायदा हमें किया है, उस वायदे का, उस वाचे के साथ बंधे रहना। റൂത്ത് നമുക്കറിയാം. റൂത്തിന്റെ അവരുടെ ചരിത്രം നമുക്കറിയാം. അവർ ആരായിരുന്നു, എവിടേക്ക് പോയവരാണ് നമുക്കറിയാം. हम जानते हैं रूत के बारे में, रूत कहाँ से आई, रूत आगे चलकर कहाँ गई, हम सबको पता है। എലിമേലെക്ക്, നവോമി തുടങ്ങിയവർ യാത്ര ചെയ്തു ബത്ലഹേമിൽ നിന്ന് मोआबिलेके। एलीमेलेक और नओमी बेथलेहम से मोआब की तरफ यात्रा करके അവിടെ 10 വർഷം താമസിക്കുന്നു. वहां पे 10 वर्ष वे वहां पे रहते हैं। അവർ ബത്ലഹേമിലെ എഫ്രാത്യരായിരുന്നു. वो बेथलेहम के एफ्राती प्रदेश से आए थे। ആമേൻ. അവർ മോവാബിൽ പരദേശികളായി പാർക്കുന്നു. वो मोआब में एक परदेशी के समान रह रहे थे। അവരുടെ മക്കളായ മഹ്ലോൻ, കില്യോൻ തുടങ്ങിയ 2 യുവാക്കന്മാർ मोआबी स्त्रीകൾ विवाह കഴിക്കുന്നു. और उनके जो 2 बेटे मेहरोन और किलियोन जो थे, उन्होंने मोआबी स्त्रियों से विवाह किया। മൂത്ത മകൻ ഓർപ്പെ വിവാഹം കഴിക്കുന്നു. രണ്ടാമത്തെ മകൻ റൂത്തിനെ വിവാഹം കഴിക്കുന്നു. बड़े बेटे जो पहला बेटा था उसने ओरपा से शादी की और दूसरा बेटे ने रूत से की। അങ്ങനെ അവർ താമസിക്കുമ്പോൾ പുരുഷന്മാരായ പിതാവും 2 മക്കളും മരിക്കുന്നു. और फिर वे जब अपने जीवन में व्यतीत कर रहे थे, आगे चलकर पिता और दोनों बेटे गुजर जाते हैं। ആമേൻ. നാം അങ്ങനെ വായിക്കുമ്പോൾ കാര്യങ്ങൾ അപകടാവസ്ഥയിലായപ്പോൾ നവോമി അറിയുന്നു ദൈവം ബത്ലഹേമിനെ അനുഗ്രഹിക്കുന്നു, അവിടെ ദൈവം സമൃദ്ധി നൽകി. जब ये सब घटनाएं हो रही थी, तब नवोमी को यह एहसास हुआ कि बेथलेहम में प्रभु ने अपनी आशीष बरसाई है और बेथलेहम के लोग बड़े ही आशीषित हैं। ഈ അന്യനാട്ടിൽ നിന്ന് മടങ്ങി പോകാൻ വേണ്ടി ആമേൻ സ്ത്രീ തീരുമാനമെടുക്കുന്നു. नवोमी ने ये निर्णय लिया कि इस अन्य राज्य में से हटकर अपने देश वापस जाने का निर्णय लिया। ആമേൻ. അപ്പോൾ നവോമി തന്റെ മരുമക്കൾക്ക് തിരിച്ചു പോകുവാൻ നിർദ്ദേശം കൊടുക്കുന്നു. तब नवोमी ने अपनी दोनों बहुओं को कहा कि तुम अपने अपने देश चले जाओ। ഞാൻ വായിക്കുന്നു. ആമേൻ. 2 പേർക്കും അവസരം കൊടുക്കുന്നു. നിങ്ങൾ ചിന്തിച്ച് തീരുമാനിച്ച് മടങ്ങി പോകാം. नवोमी के दोनों बहुओं को अलग अलग ये बात समझाई गई कि तुम अपने अपने घर चले जाओ। 14 ഭാഗത്തേക്ക് മടങ്ങി വരാം നമുക്ക് ഒരുമിച്ച്. अभी हम 14वें आयत में आते हैं, पहला अध्याय का। ഒന്നാം അധ്യായത്തിന്റെ 14ാമത്തെ വാക്യം. रूत उसका पहला अध्याय, उसका 14वें आयत में हम आते हैं। വായിക്കുന്നു. അവർ പിന്നെയും പൊട്ടിക്കരഞ്ഞു. ഓർപ്പ അമ്മാവി അമ്മയെ ചുംബിച്ച് പിരിഞ്ഞു. റൂത്തോ അവളോട് പറ്റി നിന്നു. तब वे फिर से उठी और ओरपा ने तो अपनी सास को चूमा, परंतु रूत उससे अलग ना हुई। രണ്ട് പദങ്ങൾ ശ്രദ്ധിക്കുക. പിരിഞ്ഞവരും പറ്റി നിന്നവരും. यहाँ पे हम समझे 2 लोगों को, जो एक भटक गई और एक साथ साथ बनी रही। ഇതിന്റെ പരിണാമം, ഇതിന്റെ പിന്നീട് വന്ന അതിന്റെ പരിണത ഫലം നമുക്കറിയാം. റൂത്ത് ഇസ്രായേലിന്റെ ഗൃഹം പണിയുന്ന അല്ലെങ്കിൽ ദാവീദിന്റെ വംശാവലിയിൽ, കർത്താവിന്റെ വംശാവലിയിലേക്ക് റൂത്ത് നടന്നു കയറുകയായിരുന്നു. इसका परिणाम हम जानते हैं कि रूत जो है प्रभु यीशु मसीह की वंशावली में और आगे चलकर दाऊद की वंशावली में दाऊद की माता बनने के एक सौभाग्य रूत को मिला। ആമേൻ. നമുക്കറിയാം. പക്ഷേ ഓർപ്പ തിരിഞ്ഞ് അവളുടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങി പോകുന്നു. लेकिन हम जानते हैं ओरपा भटककर अपने ही देश वापस चली जाती है। അവളുടെ ആളുകളുടെ അടുക്കിലേക്കും അവരുടെ ദേവന്മാരുടെ അടുക്കിലേക്കും മടങ്ങിപ്പോയെന്നാ വായിക്കുന്നത്. और ओरपा अपने ही
उन्हीं लोगों के पास वापस चली गई, उन्हीं के देवताओं में वे भटक गई। അവളുടെ തീരുമാനം കണ്ടു, ആളുകളിലേക്ക് മടങ്ങിപ്പോയി, അവളുടെ ഡിവോഷനിലേക്ക് അവൾ മടങ്ങിപ്പോയി. वो उस ओरपा के बारे में हम समझे तो वो अपने लोगों के पास चली गई, वो उन्हीं के समान बन गई। എന്നാൽ റൂത്തോ നാം അറിയാം വലിയൊരു തീരുമാനവുമായിട്ടാണ് മുമ്പോട്ട് വരുന്നത്. लेकिन रूत को देखते हैं बड़े ही एक बहुत बड़े एक निर्णय के साथ वो आगे बढ़ रही है। ഇന്ന് രാവിലെ നമ്മുടെ ചിന്തയിലേക്ക് വേഗം മടങ്ങി വരട്ടെ, നമുക്ക് ഒരുമിച്ച്. आज हम अपने विषय में वापस आते हैं। ആമേൻ. നവോമിയുടെ ദൈവത്തെ അറിഞ്ഞ റൂത്താണ് ബത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്നത്. नवोमी के परमेश्वर को जानने के बाद ही रूत बेथलेहम में आती है। ആമേൻ. അവളുടെ തീരുമാനത്തിന് പുറകിൽ ദൈവത്തെ അറിഞ്ഞു എന്നൊരു വലിയ സത്യമാണുള്ളത്. उसका ये जो निर्णय है, इसके पीछे कारण ये है कि वो परमेश्वर को जानी। നവോമിയുടെ ദൈവത്തെ മനസ്സിലാക്കിയ റൂത്താണ് ബത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്നത്. नवोमी के परमेश्वर को जानने के बाद ही रूत बेथलेहम की तरफ बढ़ रही है। മനസ്സിലാക്കണമേ, രണ്ട് സ്ത്രീകൾ, രണ്ട് തീരുമാനങ്ങൾ. यहाँ पे दो स्त्रियां, दो निर्णय है। ഓർപ്പ അവളുടെ ആളുകളിലേക്കും ദേവന്മാരിലേക്കും മടങ്ങുന്നു. ओरपा वापस अपने लोगों के पास, अपने देवताओं के पास वापस चली जाती है। റൂത്ത് നവോമിയുടെ കൂടെ ദൈവത്തിന്റെ ജനത്തിലേക്കും ദൈവത്തിങ്കിലേക്കും നടന്നു വരികയാണ്. रूत जो है दूसरी तरफ बेथलेहम की तरफ परमेश्वर के पास, परमेश्वर के लोगों के पास आती है। ശ്രദ്ധിക്കുക, ആമേൻ. ആ വാക്ക് ശ്രദ്ധിച്ചോ, 14ാമത്തെ വാക്യത്തിൽ പറ്റി നിന്നു എന്ന് വായിക്കുന്നു. यहाँ पे 14वें आयत में हम पढ़ सकते हैं, लिखा है अलग ना हुई। ഓർത്തിരിക്കുക, ശബ്ദ ആ വാക്ക് ആമേൻ നമ്മുടെ മനസ്സിൽ ഇന്ന് രാവിലെ അത് എഴുതി വെക്കാം. പറ്റി നിന്ന, പറ്റിച്ചേർന്ന് നിന്ന റൂത്ത് നവോമിക്കൊപ്പവും നവോമിയുടെ ദൈവത്തിനൊപ്പവും. यहाँ पे हम देख सकते हैं कि जो परमेश्वर ने जो रूत ने जो नवोमी के साथ रहने का जो उसने निर्णय लिया था, तो नवोमी रूत के साथ और नवोमी का परमेश्वर रूत के साथ हम यहाँ पे देख सकते हैं। നമുക്കറിയാം, വൃദ്ധസ്ത്രീയായ നവോമിയോട് ചേർന്ന് നിൽക്കുവാൻ പ്രയാസമാണ്, കാരണം അവൾ വൃദ്ധയല്ലേ. हम समझ सकते हैं नवोमी जो एक वृद्ध स्त्री है, उसके साथ रहना थोड़ा मुश्किल की बात है, कठिन എന്നാൽ बात है। നവോമിയുടെ ദൈവത്തെ മനസ്സിലാക്കിയപ്പോൾ റൂത്തിന് അത് വളരെ ഈസിയായി ചെയ്യുവാൻ കഴിഞ്ഞു. കാരണം നവോമിയുടെ ദൈവത്തെ മനസ്സിലാക്കിയ റൂത്തിനെയാണ് നാം കാണുന്നത്. लेकिन रूत के लिए बहुत ही आसान कार्य है, क्योंकि वह नवोमी के परमेश्वर को जान चुकी है, वे नवोमी के परमेश्वर पर विश्वास करती ശ്രദ്ധിക്കുക, है। രണ്ട് പ്രധാന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. हम यहाँ पे दो मुख्य बातों को समझ सकते हैं। ഒന്ന്, ഓർപ്പ ഒരു കംഫോർട്ട് സോൺ, ഒരു സുരക്ഷിതമായ ഇടത്തെയാണ് ആമേൻ ഓർപ്പ തിരഞ്ഞെടുക്കുന്നത്. हम समझ सकते हैं ओरपा को, जहाँ पे ओरपा सुखी है, वे उस बात को देखकर ओरपा भटक जाती है। കംഫോർട്ട് സോണിനെ സ്വീകരിച്ച ഓർപ്പയും അവളുടെ വിളിയെ മനസ്സിലാക്കിയ റൂത്തും ആമേ രണ്ട് ധ്രുവങ്ങളിലേക്ക് തിരികെയാണ്. यहाँ पे दोनों स्त्रियां दो अलग अलग रास्ते पे चलती है। एक ओरपा जो अपने सुख को देखकर अपने सुख के लिए, जीने के लिए वो वापस भटक जाती है, और रूत जो है वे बहुत ही एक ऐसा निर्णय लेकर बेथलेहम की तरफ आती है। ഒരേ വീട്ടിൽ ജീവിച്ചവർ, ഒരേ ഇടത്ത് ആഹാരം കഴിച്ച് ചില വർഷങ്ങൾ ഒരുമിച്ച് നടന്നവർ, പക്ഷേ ജീവിതത്തിന്റെ പ്രത്യേക നിർണായക സമയങ്ങളിൽ കംഫർട്ട് സോണിലേക്ക് മടങ്ങിപ്പോയ ഓർപ്പയെയും ആമേൻ വിളിയിലേക്ക് നടന്നെടുക്കുന്ന റൂത്തിനെയും നാം അവിടെ കാണുകയാണ്. हम यहाँ देख सकते हैं कुछ वर्ष साथ में रहकर, एक साथ खाकर, अंत में ऐसी परिस्थिति आने पर, एक निर्णय लेने के समय पर ओरपा जो है अपने सुख की तरफ चली जाती है, और रूत जो है अपने बुलाहट की तरफ चली जाती है। हम ऐसा यहाँ पे देख सकते हैं। രാവിലെ വളരെ ശ്രദ്ധയോടെ നാം ശ്രമിക്കുമ്പോൾ നമ്മുടെ ഇരിപ്പും നമ്മുടെ ജീവിതത്തിലെ വഴികളും കംഫർട്ട് സോണിനെ ലക്ഷ്യമാക്കിയാണോ, ദൈവം എന്നെ വിളിച്ച വിളിയിലേക്കാണോ യാത്ര ചെയ്യുന്ന രാവിലെ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ये बात जानना जरूरी है, ये अपने आप को जांचे कि क्या हम अपनी यात्रा को अपनी सुखों के अनुसार जीते हैं, या परमेश्वर ने जो बुलाहट हमें दिया है उस बुलाहट के समान, उस बुलाहट की ओर हम यात्रा कर रहे हैं। हमें സാധാരണ തീരുമാനമെടുത്ത ഓർപ്പയ്ക്ക് അവളുടെ ലോകവും അവളുടെ ദേവന്മാരും സുരക്ഷിതത്വം നൽകുമെന്ന് അവൾ മനസ്സിലാക്കി. एक सामान्य सा निर्णय लेने के बाद उसे अपना सुख मिलेगा, अपने लोग मिलेंगे, अपने देवी देवता मिलेंगे, इसलिए वो चली गई। ലോകത്തിലെ സുരക്ഷിതത്വം മനസ്സിലാക്കി ഓർപ്പയാണ് ലോകത്തിലേക്ക് യാത്ര തിരിക്കുന്നത്. संसार हम उसे कबूलेगा, संसार उसके साथ खड़ा रहेगा, ये समझकर ओरपा संसार की तरफ चली गई। എന്നാൽ മറുഭാഗത്ത് നമുക്കറിയാം, വൃദ്ധയെങ്കിലും
ആമേ നവോമിക്കൊരു ദൈവമുണ്ട്, നവോമിക്കൊരു ജനമുണ്ടെന്നുള്ള തീരുമാനവും ആമേ നമുക്കറിയാം. ആ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങിയ റൂത്തിനെയാണ് നമ്മൾ ഇസ്രായേലിലേക്ക് നടന്നു വന്ന ഒരു വലിയ ദൈവത്തിന്റെ സ്ത്രീയായി മാറിയ രൂത്തായി നാം यहाँ മനസ്സിലാക്കുന്നത്. पे देख सकते हैं नवोमी जो एक वृद्ध स्त्री है, लेकिन रूत इस बात को समझी कि नवोमी के लोग, नवोमी के साथ जो खड़े लोग हैं, नवोमी का जो परमेश्वर उसके साथ खड़ा है, इस बात को समझकर वो यरूशलेम में आती है। और हम जानते हैं आगे चलकर इसका बहुत बड़ी एक प्राथमिकता वाली एक स्त्री बन जाती है। വിശുദ്ധന്മാർ, ദൈവാസന്മാരെ, ദൈവമക്കളെ, രാവിലെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമുക്ക് ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന വിശ്വാസത്തെയാണ്, കേവലം മനുഷ്യരെ അല്ല. हमें प्रियो अपने अपने जो बाप दादाओं से सीखना है कि जो विश्वास वे करते थे उस विश्वास पर हमें जीना है, उनके ऊपर नहीं जीना है। നമുക്ക് നല്ല ലീഡേഴ്സ്, നല്ല ആമേ ആളുകളുണ്ട്, നന്നായി കഴിവുള്ള ആളുകളെല്ലാം മുമ്പിൽ നടക്കുന്നു, വലിയ അനുഗ്രഹമാണ്. പക്ഷേ നമുക്കറിയാം, അവരെ ബഹുമാനിക്കുന്നു, അവരെ ആദരിക്കുന്നു, എന്നാൽ അതിലപ്പുറമായി അവരുടെ ദൈവത്തിന്റെ പുറകിലാണ് നാം യാത്ര ചെയ്യുന്നത്. हमारे जो हमें जो मसीह में जो हमसे बड़े हैं, हमसे बड़े पासबान हैं, उनको देखकर अपने जीवन को व्यतीत ना करें, बल्कि जो इस परमेश्वर की वे सेवा करते हैं, जो परमेश्वर उनके साथ खड़ा है, उस परमेश्वर की तरफ देखकर अपने जीवन में व्यतीत करें। അവർ വിശുദ്ധരായി നമ്മുടെ മുമ്പിൽ നടക്കുന്നു, നമുക്ക് മാതൃക കാണിക്കുന്നു. അവർ ദൈവത്തിന് അഭിഷിക്തന്മാർ, അവരുടെ ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. वे बहुत ही पवित्र जीवन बिताते हैं, अभिषिक्त हैं, उस परमेश्वर की हम सेवा करते हैं। ആമേ ശ്രദ്ധിക്കുന്ന രാവിലെ ആമേ നാം ചിന്തിച്ചു വരുന്നത്, ആമേ ക്ലിങ്, ആമേ എന്ന് പറഞ്ഞ പറ്റി നിന്ന റൂത്തിനുണ്ടായ നന്മയാണ്. അവൾ ദാവീദിന്റെ കുടുംബത്തിലേക്ക് നടന്നു വരുന്നു. യേശു കർത്താവിന്റെ വംശാവലിയിലേക്ക് പ്രവേശിച്ച റൂത്തിനെയാണ് കാണുന്നത്. हम ये समझ सकते हैं रूत जो है वो साथ बनी रही, भटकी नहीं, अलग ना हुई। हम यहाँ देख सकते हैं यही कारण था आगे चलकर दाऊद के परिवार में, दाऊद के परिवार का जन्म हुआ, और आगे चलकर प्रभु यीशु मसीह की वंशावली में रूत का बहुत बड़ा स्थान है। ഒരു വലിയ കൂട്ടക്കരച്ചിൽ കാണാം. നമുക്കറിയാം, ഓർപ്പ ഒരു ഇമോഷണൽ ആയിരുന്നു, പക്ഷേ റൂത്ത് വളരെ കമ്മിറ്റഡ് ആയിരുന്നു. हम समझ सकते हैं ओरपा जो थोड़ी ओरपा भावुक थी, लेकिन जो रूथ है बड़े ही दृढ़ता के साथ उसने अपना निर्णय लिया। ആമേ പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ ഇമോഷണലായി മാറിയാൽ അത് അപകടമാണ്. कई बार हमारे जो भावनाओं पर हम अपने जीवन में जो निर्णय लेते हैं, बड़ा ही कष्ट होगा आगे चलकर। ആമേൻ. നമ്മുടെ തീരുമാനം ആമേൻ ഭൗതികമായ വിഷയങ്ങളെ മാത്രം നോക്കിയല്ല, പിന്നെ അതിലപ്പുറം അവിടെ ദൈവം നിയന്ത്രിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തെ പുറകിലാണ് രൂത്ത് യാത്ര ചെയ്തത്. संसार की भावना को देखकर अपने जीवन की यात्रा में निर्णय न लेकर आगे चलकर प्रभु हमारे साथ खड़ा होगा, ये विश्वास के साथ यात्रा करने वालों के साथ प्रभु खड़ा रहता ആ है। കുടുംബത്തോടൊപ്പം റൂത്തും ഓർപ്പയും യാത്ര ചെയ്യുകയായിരുന്നു. എന്നാൽ നമുക്കറിയാം, റൂത്ത് പറ്റി നിന്നു എന്ന് വായിക്കുന്നു. ओरपा रूथ दोनों उस परिवार के साथ बने रहे, लेकिन ओरपा भटक गई, रूथ उस परिवार के साथ बनी रही। ഓർക്കുക, വാക്കിംഗ് ഈസ് കോമൺ എന്ന് നമ്മൾ പറയാറുണ്ട്. നടപ്പ് സർവ്വസാധാരണമാണ്. हम समझ सकते हैं जो भ्रमण करना एक सामान्य बात है, എന്നാൽ ആമേ ക്ലിങ്ങിങ് ഈസ് കവനന്റ്, ആമേ പറ്റി നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ആമേ ദൈവമാണ് ഉടമ്പടിയാണ്. लेकिन साथ साथ चलना, साथ साथ बने रहना एक वाचा को दिखाता है, एक रिश्ते को दिखाता है, एक संबंध को दिखाता है। റൂത്ത് ദൈവത്തോട് പറ്റി നിന്നു. हम समझ सकते हैं रूथ जो है परमेश्वर के साथ साथ चली। റൂത്ത് നവോമിയുടെ ദൈവത്തോട് പറ്റി നിന്നു. रूथ जो है वो नवोमी के परमेश्वर के साथ बनी रही। അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ ദൈവം എന്റെ ദൈവം, इसलिए वो कहती है तेरा परमेश्वर मेरा परमेश्वर, നിന്റെ ജനം എന്റെ ജനം. तेरे लोग मेरे लोग। നമുക്കറിയാം, ആമേൻ, നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. ऐसा कहती है जहाँ तू मरेगी वहाँ मैं मरूंगी। ഇത് വലിയ ഉടമ്പടിയെ കാണിക്കുന്നതാണ്. ये बहुत बड़े एक रिश्ते को दिखाती है। വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടമ്പടിക്ക് വലിയ സ്ഥാനമുണ്ട്. प्रियो हम समझे प्रभु के वचन में रिश्तों का और संबंध का और वाचा का बहुत बड़ा एक प्राथमिकता है। പലപ്പോഴും ആളുകൾ ഉടമ്പടിയെ ആമേ സാധാരണ വാചകങ്ങളായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. कई बार लोग रिश्ते को जो संबंधों को एक सामान्य संबंध के तौर पर देखते हैं। വിശുദ്ധ വേദപുസ്തകം ഉടമ്പടിക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. वाचा को बहुत ही प्राथमिकता देते हैं प्रभु का वचन। ആമേൻ. വാച്ച, ഉടമ്പടി എന്നതിന്റെ എബ്രായ വാക്ക് ബറീത്ത് എന്നാണ്. ബറീത്ത്, वाचा जो है उसका जो इब्रानी जो शब्द है वो है बेरीत। ബറീത്ത് ആമേ പഴയ നിയമ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഇടയിൽ വലിയ പ്രാധാന്യമുള്ള ആമേ ഒരു വാചകമായിരുന്നു. ये जो बेरीत नाम का जो वाचा है, ये इजरायलियों के बीच में
बहुत ही प्रसिद्ध एक वाचा थी। ഉൽപ്പത്തി പുസ്തകം മുതൽ ബറീത്ത് എന്ന വാക്കിനെ നമ്മൾ കാണുന്നുണ്ട് വേദപുസ്തകത്തിൽ. उत्पत्ति की किताब से लेकर हम इस शब्द को देखते आ रहे हैं। ആമേൻ. നമ്മുടെ ദൈവമായ ഇസ്രായേൽ ദൈവമായ യഹോവ ബറീത്തിനെ ആമേൻ പാലിക്കുന്ന ദൈവമായിരുന്നു. जो हमारा इजराइल का परमेश्वर था, इजराइल का परमेश्वर है, वो इस बरीत को बड़ा ही प्राथमिकता देते थे। നോഹയുമായും അബ്രഹാമുമായും ദാവീദുമായും എല്ലാം ഉടമ്പടിയ ദൈവമാണ് ആമേ വേദപുസ്തക ദൈവം. जो प्रभु का हमारे में हम समझ सकते हैं, नोआ के साथ और अब्राहम के साथ वाचा का संबंध रखने वाला परमेश्वर है। യഹൂദന്മാരെ സംബന്ധിച്ച് ആമേൻ ഉടമ്പടി എന്നുള്ളത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. यहूदियों के लिए समझे प्रियो, वाचा एक बहुत बड़ा एक बहुत महत्वपूर्ण कार्य है। നവോമിയുടെ ദൈവമായി ഉടമ്പടി ചെയ്ത രൂത്തിനെയാണ് നാം രൂത്തിന്റെ പുസ്തകത്തിൽ കാണുന്നത്. रूत की किताब में हम देख सकते हैं नवोमी के परमेश्वर के साथ रूत का एक वाचा हम समझ सकते हैं, देख सकते हैं। രാവിലെ ശ്രദ്ധിക്കുക, കുടുംബത്തോടൊപ്പം നടക്കുവാൻ വളരെ ഈസിയാണ്. परिवार के साथ चलना प्रियो आजकल बहुत ही सामान्य बात है। എന്നാൽ ആമേൻ ആ ദൈവവുമായി ഉടമ്പടി ചെയ്ത് നടന്ന രൂത്തിനെയാണ് നാം ഇസ്രായേലിന്റെ മാതാവായി കാണുന്നത്. लेकिन उस परमेश्वर के साथ बने रहकर उस परमेश्वर के साथ साथ चलने का प्रियो हम देख सकते हैं, इजराइल की माता बनने का एक सौभाग्य परमेश्वर ने दिया। കൂടെ നടക്കുന്നവരാണ് പിരിഞ്ഞു പോകുന്നത്, പക്ഷേ ഉടമ്പടി ചെയ്യുന്നവർ പിടിച്ചു നിൽക്കും. साथ में चलने वाले शायद भटक जाएंगे, लेकिन वाचा और संबंध रखने वाले कभी नहीं भटकेंगे। ശ്രദ്ധിക്കണം, ഞാൻ വീണ്ടും പറയുന്നു, ആമേൻ. ദൈവസഭയോട് കൂടെ നടക്കുന്നവർ പട്ടുപോകുവാൻ സാധ്യതയുണ്ട്, പക്ഷെ ദൈവമായി ഉടമ്പടി ചെയ്തവർ കഷ്ടതയിലും നിലനിൽക്കും. ये हो सकता है, अब मैं फिर से कहना चाह रहा हूँ, कलीसिया में साथ साथ चलने वाले हो सकता है भटक जाए, लेकिन परमेश्वर के साथ जिनका संबंध है, रिश्ता है, वे नहीं भटकेंगे। പ്രസ്ഥാനത്തോടൊപ്പം നടക്കുന്നവർ പിന്തിരിഞ്ഞു പോകും, പക്ഷെ പ്രസ്ഥാനം സേവിക്കുന്ന ദൈവവുമായി ഉടമ്പടി ചെയ്തവർ പുറകോട്ട് മാറുകയില്ല. संस्था को छोड़कर भले ही लोग चले जाते हैं, लेकिन संस्था जिस परमेश्वर की सेवा करती है, उस परमेश्वर के साथ अगर संबंध है तो प्रिय वे नहीं जाएंगे। ഗോഡ്സ് മിഷന്റെ കൂടെ നടക്കുന്നവർ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, പക്ഷേ ഗോഡ്സ് മിഷൻ എന്ന ഈ ആത്മിക പ്രസ്ഥാനം ആ ഉടമ്പടി ദൈവവുമായി ഉടമ്പടി ചെയ്തവർ ആമ ഏത് പ്രതികൂലത്തിൽ നിലനിൽക്കും. हो सकता है गॉड्स मिशन से कुछ लोग भटक जाए, लेकिन जिस परमेश्वर की सेवा करते हैं उस परमेश्वर के साथ अगर संबंध है तो प्रिय वे नहीं भटकेंगे। നടക്കുന്നവർ കൂടെ നടക്കുന്നവർ പിരിഞ്ഞു പോകും, പക്ഷെ ഉടമ്പടി ചെയ്തവർ പിരിഞ്ഞു പോകത്തില്ല. साथ चलने वाले शायद भटक जाएंगे, लेकिन जिनके साथ वाचा बंधा हुआ है वे कभी नहीं भटकेंगे। ഞാൻ വീണ്ടും ആ ശബ്ദം പറയട്ടെ, ബറീത്ത് വളരെ പ്രാധാന്യമുള്ള ശബ്ദമാണ്. यहाँ पे समझे बरीत जो है बड़ा ही महत्वपूर्ण है। ബറീത്ത് ശബ്ദത്തിന്റെ അർത്ഥം സത്യത്തിൽ സാക്രിഫൈസ് എന്നാണ്. जो बरीत शब्द का जो मुख्य अर्थ है वो ये है, बलिदान है। ആമേൻ. ഈ ബറീത്ത് പൂർത്തീകരിക്കണമെങ്കിൽ നമുക്ക് हमें സാക്രിഫൈസിന്റെ ആവശ്യമുണ്ട്. अगर हमें इस बरीत को पूरा करना है तो फिर हमें बलिदान करना होगा। അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് വന്ന് നമുക്ക് വേണ്ടി യാഗമായത്. इसलिए हमारा परमेश्वर हमारे लिए कुर्बान हो गया। हमें അത് ആ ഉടമ്പടി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പിതാക്കന്മാരെ അപ്പോസ്തലന്മാരെല്ലാം ജീവൻ ആമേൻ ദൈവനാമത്തിൽ കൊടുത്തത്. आगे चलकर उसी रिश्ते को, उसी वाचा को बनाए रखने के लिए हमारे बाप दादाओं ने कुर्बान हो गए, बलिदान हो ഇന്ന് गए। രാവിലെ ശ്രദ്ധിക്കുക, നാം ദൈവമായി ഉടമ്പടി ചെയ്തവരാണ്. ये बात समझे, हमारा परमेश्वर के बीच में एक वाचा है। ആമേൻ. നവോമി വൃദ്ധയായാലും കൂടെ നിൽപ്പാൻ ഭർത്താക്കന്മാരില്ലെങ്കിലും ആ ദൈവമായി ഉടമ്പടി ചെയ്ത രൂത്തിന് ജെറുസലേമിലേക്ക് ബത്ലഹേമിലേക്ക് വന്നേ മതിയാവും. नवोमी वृद्ध हो गई है, इसलिए उसको देखने के लिए कोई है नहीं, लेकिन रूत का जो नवोमी के परमेश्वर के साथ रिश्ता था, इसलिए वो यरूशलेम में आई। നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് ഉടമ്പടി ചെയ്ത റൂത്തിന് ഇനി മരണം സംഭവിക്കേണ്ടി വന്നാലും പുറകോട്ട് മാറുവാൻ അനുവാദമില്ല. കാരണം ആമേൻ, അവൾ കേവലം കൂടെ നടക്കുന്നവളല്ലായിരുന്നു, അവർ ബറീത്ത് എന്ന ഉടമ്പടി ചെയ്തവളായിരുന്നു. मेरा परमेश्वर कहकर आगे चलकर भटकने वालों में से नहीं थी, बल्कि वाचा के साथ चलने वालों में से एक थी रूत। ആമേൻ. നമ്മൾ ആളുകളുടെ കൂടെ നടന്നാൽ പിന്തിരിഞ്ഞു പോകും, പക്ഷേ അവരുടെ ദൈവവുമായി നാം ഉടമ്പടി ചെയ്യുമ്പോൾ കഷ്ടതയിലും കൂടെ നടക്കും. प्रियो, लोगों के साथ चलने पर आगे चलकर वे हम सब भटक जाएंगे, लेकिन लोगों के परमेश्वर के साथ जिनके साथ हमारा रिश्ता है, उस परमेश्वर के साथ अगर हमारा रिश्ता है तो हम नहीं भटकेंगे। ക്രിസ്തീയ ജീവിതത്തിന് നന്മ കണ്ട് കൂടെ നടക്കുന്നവർ പിന്തിരിഞ്ഞു പോകും, പക്ഷേ ഈ ദൈവത്തെ ഉടമ്പടി ചെയ്തവർ കഷ്ടതയിലും കൂടെ നിൽക്കും. मसीह में चलने वाले शायद आगे चलकर भटक जाएंगे, लेकिन परमेश्वर के साथ जिनका संबंध है, वाचा बंधा है, वे कभी नहीं भटकेंगे। ഇന്ന് രാവിലെ ഇതിന്റെ അർത്ഥം ആമേ ഉള്ളതുപോലെ മനസ്സിലാക്കണമേ. നവോമിയുടെ ദൈവമായി ഉടമ്പടി ചെയ്ത റൂത്താണ് കഷ്ടതയിലും പിന്തിരിഞ്ഞു പോകാതെ പറ്റിച്ചേർന്ന് നിന്നത്. नवोमी के परमेश्वर के साथ वाचा बंधे रहने के कारण ही रूत बड़ी सारी कठिनाई होने पर भी
परमेश्वर के साथ साथ बनी रही, अलग ना हुई। Don't just follow people, follow the God in them. ആമേ മനുഷ്യനെ മാത്രം കണ്ടു നടക്കാതെ അവർ കണ്ടുമുട്ടി ദൈവമായി ഉടമ്പടി ചെയ്യാമോ? मनुष्य को देखकर आगे ना बढ़े, जो मनुष्य जिस पर भरोसा रखता है, परमेश्वर पर भरोसा रखता है, उसे देखकर अपने जीवन को व्यतीत करे। ഇന്ന് രാവിലെ ആത്മാവിൽ സന്ദേശത്തിന്റെ ആമേൻ മുഖ്യഭാഗം മനസ്സിലാക്കണമേ. ദൈവമായി ഉടമ്പടി ചെയ്തവർക്ക് പിന്തിരിഞ്ഞു പോകുവാൻ അനുവാദമില്ല. प्रियो, एक बात समझे, जिनका परमेश्वर के साथ रिश्ता है, वाचा है, वे भटक नहीं सकते। प्रियो, ഉടമ്പടി നാം നമ്മുടെ ജീവനെ വെച്ചുകൊണ്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. हम हमारे जीवन को रखकर हमने उससे वाचा बांधा हुआ है। ബറീത്തതിന്റെ അർത്ഥം രക്തമൊഴുക്കേണ്ടി വന്നാലും ഞാൻ പിന്തിരികയില്ല എന്നുള്ള എഗ്രിമെന്റ് ആണ്. जो बेरीत है, जो ये इस बात को दर्शाता है कि चाहे लहू भी बहाना पड़े, उस बात से हम पीछे नहीं हटेंगे। ഈ സുവിശേഷം കയ്യിലെടുത്ത് ആമേൻ ജീവിതകാലം മൊത്തം സുവിശേഷം വേണ്ടി നിൽക്കുമെന്ന് നാം ഉടമ്പടി ചെയ്താൽ ആമേൻ ഈ പോർക്കളത്തിൽ രക്തമൊഴുക്കേണ്ടി വന്നാലും നാം പിന്തിരിയാത്തതിന്റെ കാരണം ഇതാണ്, നമ്മൾ ദൈവമായി ഉടമ്പടി ചെയ്തവരാണ്. सुसमाचार बांटेंगे, सुसमाचार का प्रचार करेंगे, इस बात को वाचा के साथ बांध कर अपने जीवन व्यतीत करने के बाद भी, कई सारी कठिनाई आने के बाद भी हम पीछे नहीं हटते। अब अपने आप को देने के लिए तैयार है। इसके पीछे कारण ये है कि हमारा एक वाचा बंधा हुआ है। ആമേ ക്രിസ്ത്യാനിറ്റി ഒരു കംഫർട്ട് സോൺ എന്ന കാര്യം മനസ്സിലാക്കിയത് കൊണ്ടല്ല നാം യാത്ര ചെയ്യുന്നത്. मसीहत एक बड़े ही आरामदायक और सुखदायक जीवन है, इसलिए हम इसमें आए, ऐसा नहीं है। ആമേ നാം നമ്മുടെ കർത്താവുമായി ബറീത്ത് എന്ന ഉടമ്പടി ചെയ്ത് യാത്ര ചെയ്യുന്നവരാണ്. हमारा उस परमेश्वर के साथ एक रिश्ता है और वो रिश्ता बेरीत के ऊपर है, ये इसलिए हम आगे बढ़े हैं। ആമേൻ ഈ ദൈവം മാത്രമേ ദൈവമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നാം വിട്ടുപിരിയാതെ നവോമിയെ പിന്തുടർന്നുകൊണ്ട് യാത്ര ചെയ്യുന്നത്. नवोमी का परमेश्वर है, इसलिए वो ना भटकी। ആമേ ശ്രദ്ധിക്കണമേ, രാവിലെ ഹല്ലേലൂയ. ആമേ വിട്ടുപിരിഞ്ഞു പോകുന്നതിന്റെ കാരണം ഇതാണ്. പലരും ആമേൻ ഓർപ്പയെ പോലെ അവർ കേവലം നടപ്പാൻ വേണ്ടി, കുറച്ചു കാലത്തേക്ക് നടക്കുവാൻ വേണ്ടി മാത്രം കൂടെ നിന്നവരാണ്. कंफर्ट जोन कंडवर मടങ്ങി പോകുന്നു. भटकने वालों के बारे में अगर समझे तो ओरपा जैसे लोग जो साथ चलने के लिए तैयार है, लेकिन आगे चलकर अपने निर्णयों को अपने सुख के अनुसार जीने के लिए ऐसा निर्णय लेकर वे भटक जाते हैं। ആമേൻ. നാം നമ്മുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ദൈവമായി ഉടമ്പടി ചെയ്തവരാണ്. हम उस अनंत जीवन में, अनंत परमेश्वर के साथ अनंत राज्य में प्रवेश करने के लिए वाचा बांधे हुए लोग। നമ്മുടെ കൂടെ ഒരു വലിയ സമൂഹം യാത്ര ചെയ്യുന്നു, നാം ആ സമൂഹത്തെ കണ്ട് യാത്ര ചെയ്യുന്നവരല്ല. हमारे साथ भले ही बहुत बड़ा समूह यात्रा कर रहा है, लेकिन उस समूह को देखकर हम यात्रा नहीं कर रहे हैं। ആ സമൂഹം ഫോളോ ചെയ്യുന്ന ദൈവത്തെയാണ് ആമേൻ നാം കണ്ടിറങ്ങിയത്. वो समूह जिस परमेश्वर की सेवा करता है, उस परमेश्वर की तरफ देखकर हम अपने जीवन में यात्रा कर रहे हैं। ആമേൻ. നാം വായിക്കുന്നു, ഏലീശയെ കുറിച്ച് വായിക്കുന്നു. ഏലീശ ആമേൻ ഏലിയാവിനോട് പറ്റി നിന്ന് വായിക്കുന്നുണ്ട്. एलीशा एलिया के साथ जो है एक साथ बना रहा, अलग ना हुआ। വലിയ പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടും താൻ പുറകോട്ട് മാറാതെ അവസാനം വരെ ഏലിയാവിനോട് ചേർന്ന് ഏലീശയാണ് നാം വായിക്കുന്നത്. समझ सकते हैं, बड़ी बड़ी कठिनाई आई, अलग अलग परेशानी आई, लेकिन एलीशा एलिया के साथ बना रहा। നമുക്കറിയാം, യാക്കോബിനെ കുറിച്ച് വായിക്കുന്നത്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞ ദൂതനുമായി മൽപ്പിടുത്തം നടത്തിയ യാക്കോബിനെ നാം യാബോക്ക് കടവിൽ കാണുന്നുണ്ട്. आप समझ सकते हैं याकूब का जो मल्ल युद्ध हुआ उस स्वर्गदूत के साथ, हम समझ सकते हैं वे बड़े ही एक निर्णय के साथ एक वाचा बांधा हुआ था, और वो मल्ल युद्ध को हम आगे समझ सकते हैं। രാവിലെ മനസ്സിലാക്കണമേ, ഏതെല്ലാം പ്രതികൂലം വന്നാലും പറ്റി നിൽക്കുവാൻ, ദൈവത്തോട് പറ്റി നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. चाहे जैसी परिस्थिति क्यों ना आए, वो परमेश्वर के साथ बने रहने के लिए परमेश्वर हमें मदद करे। ആമേ. കൂടെ നിന്നവർ മരിച്ചാലും അവർ പിന്തിരിഞ്ഞു പോയാലും ആളുകളുടെ എണ്ണം ചുരുങ്ങിയാലും ഇല്ല. ആമേ. നവോമിയുടെ ദൈവമാണ് ദൈവം എന്ന് പറഞ്ഞ് യാത്ര ചെയ്ത ആമേ റൂത്തിനെയാണ് നാം ഇസ്രായേലിന്റെ ആമേ പ്രസിദ്ധയായ സ്ത്രീയായി കാണുന്നത്. आगे चलकर गुजर जाएंगे, आगे चलकर भटक जाएंगे, इस बात को देखकर जीने वालों में से नहीं, लेकिन रूत के बारे में हम समझे, नवोमी के परमेश्वर की सेवा करने के कारण ही आगे चलकर एक ऐसा सौभाग्य मिला उस वंशावली में जुड़ने का। എന്തെല്ലാം സാക്രിഫൈസ് ചെയ്തേണ്ടി വന്നാലും നാം ഈ ബെറീത്ത് എന്ന ഉടമ്പടിയിൽ നിന്ന് പുറകോട്ട് മാറാത്തവരായിരിക്കട്ടെ. चाहे कुछ भी बलिदान क्यों ना हो, इस वाचा से पीछे न हटने वालों में से प्रियो हमें परमेश्वर बनाए। ഈ വിശ്വാസത്തിന്റെ പോർക്കളിൽ നമ്മൾ രക്തം ഒഴുക്കേണ്ടി വന്നാലും കർത്താവ് മടക്കയാത്ര ഇല്ലെന്ന് ഇന്ന് രാവിലെ വീണ്ടും തീരുമാനിക്കാം. इस विश्वास के लिए पीछे हटने के लिए अगर हमसे कहा जाए, हम लहू अपने आप को देने के लिए भी प्रियो परमेश्वर हमें सहायता करे।
cling to the promise. वो परमेश्वर के वाचा के साथ बने रहे, നിശ്ചയമായും പറ്റി നിൽക്കാം, ആ വാഗ്ദത്തോട് ചേർന്ന് നിശ്ചയമായും പറ്റി നിൽക്കാം. वो वाचा के साथ परमेश्वर के साथ बने रहने के लिए परमेश्वर मदद करे। ആമേ മനുഷ്യനെ കണ്ടല്ല നാം യാത്ര ചെയ്യുന്നത്. मनुष्य को देखकर अपनी यात्रा को हम नहीं करते। ആമേ നാം നവോമിയെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, കൂടെ നിൽക്കുന്നു, നമുക്കറിയാം. ആമേ പക്ഷേ നവോമിയുടെ ദൈവത്തെ കണ്ടാണ് നാം യാത്ര ചെയ്യുന്നത്. नवोमी को आदर करते हैं, नवोमी से प्यार करते हैं, लेकिन नवोमी जिस परमेश्वर की सेवा करती है, हम उस परमेश्वर की सेवा करते हैं। ആമേ കംഫോർട്ട് സോണിൽ നമുക്ക് ആവശ്യം, നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നാലും നാം നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. हम अपने सुखों को देखकर अपने यात्रा को आगे नहीं बढ़ते, लेकिन हम अपने आप को बलिदान करने के लिए उस यात्रा में आगे बढ़ते हैं। രാവിലെ ഈ സന്ദേശത്തിന്റെ ആഴങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. कितने लोग इस आज के संदेश की गहराई को समझ सकते हैं? അതുകൊണ്ട് വിട്ടുപിരിഞ്ഞ് ലോകത്തെ ഉപേക്ഷിച്ച് ലോകത്തിലെ നന്മകളെല്ലാം ചപ്പും ചവറും എണ്ണി ഓടിയ വിശുദ്ധന്മാരെ നമുക്കറിയാം. ആമേൻ കംഫോർട്ട് സോൺ അല്ല കണ്ട് നാം ഇറങ്ങിയ പിതാക്കന്മാർ, നമ്മുടെ പിതാക്കന്മാർ ആമേൻ അവർ ലോകത്തിലെ നന്മകളെ വലിച്ചെറിഞ്ഞ് ഈ ക്രൂശിന് പുറകിൽ യാത്ര ചെയ്തതിന്റെ കാരണം അവർക്കറിയാം. ആമേൻ അവരുടെ അടുത്ത് ഉടമ്പടി, ആമേൻ അതെ രക്തമൊഴിക്കേണ്ടി വന്നാലും ആമേൻ ഞാൻ നിൽക്കുമെന്ന് തീരുമാനിച്ച വിശുദ്ധന്മാരാണ് ഈ ക്രൂശിന്റെ പുറകിൽ യാത്ര ചെയ്ത വിശുദ്ധന്മാർ. एक बात को हम समझे, जो बड़े बाप दादाओं जो मसीह में थे, जो मसीहत में सुसमाचार का प्रचार करते थे, वे किसी सुख को देखकर अपने जीवन को व्यतीत नहीं कर रहे थे, अपने सुखों को देखकर यात्रा नहीं कर रहे थे, बल्कि उनका परमेश्वर के साथ एक वाचा होने के कारण, एक रिश्ता होने के कारण, एक संबंध होने के कारण, इसी वाचा के साथ बने रहने का एक निर्णय के कारण वे आगे चलकर मसीह को उस क्रूस की तरफ यात्रा करते हैं। ഓർപ്പ തിരിച്ചുപോയ കുടുംബത്തിലേക്കും കുലത്തിലേക്കും മടങ്ങിപ്പോയി, അവൾക്ക് നല്ല കുടുംബം ലഭിച്ചിരിക്കാം, സമ്പന്നയെ അവൾ ജീവിച്ചിരിക്കാം, പക്ഷേ ദൈവമില്ലാത്ത ജീവിതം നമുക്കറിയാം, ആ കുടുംബം തകർന്നു പോകുകയാണ്. और पास शायद अपने लोगों के साथ वापस चली गई, हो सकता है वहां पे उसको बहुत ही अच्छा लगे अपने परिवार के साथ, लेकिन मसीह के उस परमेश्वर के बिना जो जीवन है वो व्यर्थ है, हम सब समझते हैं। അല്പം ദുഃഖം സഹിക്കേണ്ടി വന്നാലും യാത്ര ചെയ്ത റൂത്താണ് ബത്ലഹേമിൽ അതെ ആമേ ദാവീദിന്റെ കുലത്തിലെ പ്രസിദ്ധയെ മാറുന്നത്. थोड़े कष्ट को झेलने के कारण ही आगे चलकर दाऊद के परिवार में उसको जुड़ने के लिए परमेश्वर ने मदद किया। മക്കളെ കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, എല്ലാം ശരിയാ, പക്ഷെ ഉറച്ചു നിൽക്കാം. प्रियो हम सब जानते हैं कष्ट है, कठिनाई है, लेकिन प्रियो हम बने रहे। ആമേ നമ്മൾ ഒരു ഉറച്ച തീരുമാനമെടുത്താണ് യാത്ര ചെയ്യുന്നത്. प्रियो हम बहुत बड़े एक दृढ़ निर्णय के कारण ही अपने जीवन को व्यतीत करते हैं। നിശ്ചയമായി നാം മുമ്പോട്ട് യാത്ര ചെയ്യും. हम निश्चय आगे बढ़ेंगे। ആമേൻ ഈ മോവാബ് ദേശത്തിൽ നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ ബത്ലഹേമിലേക്കുള്ള യാത്രയിലാണ്. मोआब से निकलकर अब बेथलेहम की यात्रा में हम आगे बढ़ रहे हैं। കഷ്ടങ്ങളും പ്രതികൂലവും എല്ലാം ഉണ്ട്, ശരിയാണ് ഒരു ഭാഗത്ത്, പക്ഷെ നമുക്കറിയാം ആമേൻ നമ്മുടെ ദൈവം കൂടെയുണ്ട്. कष्ट है, कठिनाई है, लेकिन हम बात समझते हैं परमेश्वर हमारे संग है। നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ബോവസ് ആമേൻ ബത്ലഹേമിൽ നമുക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ട്. हमारे लिए बेथलेहम में बोवस नाम का एक व्यक्ति इंतजार कर रहा है। ആമേൻ നമുക്ക് വേണ്ടി ദൈവം പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. हमारे लिए परमेश्वर ने बहुत बड़ा एक योजना बना के रखा है। മോവാബ് ദേശം വിട്ട് നമുക്ക് നഷ്ടമല്ല എന്ന് രാവിലെ നാം ആമേൻ മനസ്സിലാക്കട്ടെ. मोआब को छोड़कर जाना बहुत बड़ी एक नुकसान है, ये बहुत बड़ा नुकसान नहीं है, इस बात को समझकर आगे बढ़े। ആമേൻ ദൈവത്തിന്റെ ഭവനത്തിലേക്കാണ് നാം നടന്നു കയറുന്നത്. परमेश्वर के भवन की तरफ जा रहे हैं, इस बात को समझे। ആമേൻ ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരോട് കൂടെ ചേർന്ന് നാം ആരാധിപ്പാൻ പോകുന്നു. परमेश्वर की सेवा करने वालों के बीच में, वो परमेश्वर की आराधना करने वालों की तरफ हम जा रहे हैं, इस बात को ഹല്ലേലൂയ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमें मदद करने पाए। ഓർപ്പയെ പോലെ കംഫോർട്ട് സോണെ ആമേ മനസ്സിലാക്കി പുറത്തേക്ക് പോയാൽ നഷ്ടപ്പെടുന്നത് വലിയ വാഗ്ദത്തങ്ങളാണ്. ओरपा के समान सुखों को देखकर अपने जीवन के बारे में सोचकर सुखों को तरफ देखकर आगे बढ़ेंगे तो नुकसान होगा। എന്നാൽ റൂത്തിനെ പോലെ കർത്താവ് ഞാൻ എടുത്ത എന്റെ തീരുമാന ഉടമ്പടിയിൽ നിന്ന് മാറിപ്പോകാതെ ആമേൻ നവോമിയുടെ ദൈവത്തെ കണ്ടിറങ്ങിയത് കൊണ്ട് ആമേൻ അവൾ ഇസ്രായേലിന്റെ आमेन मुखिया धारिलेके നടന്നു കയറുകയായിരുന്നു. लेकिन समझते हैं रूथ जो है नवोमी के साथ बनी रही, नवोमी के परमेश्वर के साथ बनी रही, इसलिए आगे चलकर उसको बहुत बड़ा सौभाग्य परमेश्वर ने दिया। കഷ്ടതയെ കണ്ട് പുറകോട്ട് പോകാതെ ഉറച്ചു നിൽക്കാം. कष्टों को देखकर भटके ना, बल्कि उसमें दृढ़ता से बढ़ते रहे। നിശ്ചയമായും നമ്മുടെ ശുഭഭാവി നമ്മളെ കാത്തിരിക്കുന്നു. ऊपर हम एक बहुत अच्छा भविष्य हमारी राह देख रहा है। നമ്മൾ ഈ യാത്ര പൂർത്തീകരിക്കും. हमारी यात्रा पूरी होगी। നമുക്ക് ആമേ വലിയ നന്മകൾ ദൈവം തരുവാൻ പോകുന്നു. परमेश्वर आशीष से भरने वाला है। നിശ്ചയമായും നമ്മുടെ പേര് വിശുദ്ധന്മാരുടെ
ആമേ വലിയ വംശാവലിയിൽ ദൈവം ചേർത്തിരിക്കുകയാ. उस किताब में, उस वंशावली में परमेश्वर ने हमारे नाम को लिख रखा है, विश्वास करें। നമ്മുടെ തലമുറ ദൈവസന്നിധിയിലെ പ്രസിദ്ധരായി മാറും. हमारे बच्चे, हमारे आने वाली पीढ़ी परमेश्वर में बढ़ती जाएगी, विश्वास ഇന്ന് करें। രാവിലെ ആത്മാവിനോട് പറവാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഹല്ലേലൂയ. നീ മോവാബ് വിട്ട് ആമേ വൃദ്ധയായ നവോമിയുടെ കൂടെ യാത്ര ചെയ്ത് നിനക്ക് വെറുതെ ആയില്ല. ആമേ നിന്റെ തലമുറ ആമേ ഇസ്രായേലിലെ പ്രസിദ്ധരായി മാറും. तो लोग कह सकते हैं विश्वास के साथ तुम्हारा मोआब से निकलना एक वृद्ध स्त्री के साथ निकलना एक नुकसान नहीं बल्कि बहुत बड़ा एक आशीष का कारण है, कितने लोग कह सकते हैं। നവോമിയുടെ ദൈവത്തെ അറിഞ്ഞ് യാത്ര ചെയ്തുകൊണ്ട് നിന്റെ കുലത്തിൽ ദാവീദ് മാർജനിക്കും. नवोमी के परमेश्वर के साथ बने रहने के कारण तुम्हारे परिवार में दाऊद का जन्म होगा। നിന്റെ കുലവും കുടുംബവും ഇസ്രായേലിലെ പ്രസിദ്ധന്മാരുടെ ലിസ്റ്റിലേക്ക് നീ എഴുതുവാൻ പോകുകയാ. तेरे परिवार के लोगों के बारे में इस्राएल के जो प्रसिद्ध किताबों में तुम्हारे बच्चों के नाम लिखे നീ जाएंगे। ഉപേക്ഷിച്ച് നഷ്ടപ്പെടുത്തി നിന്റെ ജീവിതത്തിൽ നഷ്ടമല്ല, പിന്നെ വലിയ ലാഭമായി മാറുകയാ. जो चीजों को तुमने छोड़ के तुम आगे बढ़ी हो, उससे बढ़कर एक बहुत बड़ा लाभ परमेश्वर तुम्हें देने जा रहा है। യാത്ര അല്പമായ കഷ്ടങ്ങളും എല്ലാം ഉണ്ടെല്ലാം ശരിയാ, പക്ഷേ നാം ഈ ബെറീത്ത് എന്ന ഉടമ്പടിയെ പൂർത്തീകരിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ്. हो सकता है यात्रा थोड़ी कष्ट हो, थोड़ी कठिनाई हो, लेकिन बरीत के साथ बरीत को समझकर, इन चीजों को समझकर आगे बढ़ने के लिए परमेश्वर मदद करे। ആത്മാവിൽ പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. വിശുദ്ധന്മാരെ, ഉടമ്പടിക്ക് വേണ്ടി നിൽക്കുന്നവരുടെ കുടുംബത്തിൽ രാജാക്കന്മാർ ജനിക്കും. प्रियो, मैं अपने शब्दों को विराम करने से पहले कहना चाहता हूँ, वाचा के साथ बने रहने वालों के परिवार में राजाओं का जन्म होगा। ഉടമ്പടിയുമായി ചേർന്ന് നിൽക്കുന്ന കുടുംബത്തിൽ ആത്മീക അധികായന്മാർ ആമേൻ മുമ്പോട്ട് കടന്നു വരും. वो वाचा के साथ बने रहने वालों के परिवार में बहुत बड़े जो आत्मिक लोग जन्म लेंगे। നിശ്ചയമായി മനസ്സിലാക്കണമേ. ആമേൻ കാത്തു നിന്ന ആളുകളിലേക്ക് ഓർപ്പം മടങ്ങിയപ്പോൾ വിശ്വാസത്തിന്റെ കണ്ണുകളാൽ കണ്ട ആൾ വലിയ സമൂഹത്തിലേക്കാണ് രൂത്ത് നടന്നു വന്നത്. जो लोग उसका इंतजार कर रहे थे ओरपा का, उन लोगों की तरफ देखकर ओरपा चली गई, लेकिन विश्वास के साथ अपने जीवन को व्यतीत करने वाली रूथ जो है वो इजराइल बेथलेहम में आती है। ഉടമ്പടിക്ക് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും പുറകോട്ട് മാറാ നിൽക്കാം. वाचा के लिए अपने जीवन को भी बलिदान करना पड़े तभी कोई पीछे ना हटे। വിശുദ്ധന്മാരോട് ചേർന്ന് നിൽക്കാം. परमेश्वर के जनों के साथ मिलकर साथ चले। നമ്മെ നടത്തുന്ന ആത്മീയ നേതാക്കന്മാരോട് ചേർന്ന് നിൽക്കാം. जो हमें हमारी अगुवाई करने वाले प्रभु के दासों के साथ हम बने रहे। മുമ്പിൽ നിൽക്കുന്ന വിശുദ്ധന്മാരുടെ ദർശനം നാം പ്രാപിക്കാം. जो हमारे आगे चल रहे हैं लोग, उनका दर्शन हमें मिलने पाए। നിശ്ചയമായും നാം ദേശത്തെ പിടിച്ചടക്കാൻ പോകുന്നു. हम चीजों को हमें संभालने के लिए परमेश्वर मदद करेगा। ഇത് നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. एक और बात कहकर मैं शब्दों को विराम दूंगा। ഉടമ്പടിക്ക് വേണ്ടി ഉറച്ചു നിൽക്കാം. वाचा के लिए दृढ़ता के साथ बने रहे। ജീവൻ കൊടുക്കേണ്ടി വന്നാലും പുറകോട്ട് മാറരുത്. अपने जीवन को भी बलिदान क्यों ना करना पड़े तभी पीछे ना हटे। വിശുദ്ധന്മാരോട് ചേർന്ന് നിൽക്കണം. वो प्रभु के जनों के साथ बने रहे। കഷ്ടങ്ങളിൽ ആമേൻ ദൈവദാസന്മാരോട് ചേർന്ന് നിൽക്കട്ടെ. चाहे कष्ट हो, कठिनाई हो, प्रियो परमेश्वर के जनों के साथ आप बने रहे। ഏതെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ ചേർന്നാലും നടത്തുന്ന വിശുദ്ധന്മാരായ അഭിഷിക്തന്മാരോട് ചേർന്ന് നിൽക്കണം. चाहे जो भी परिस्थिति क्यों ना आए, वो प्रभु के जनों के साथ, प्रभु के लोगों के साथ हमें साथ खड़े रहना है। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे। ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. एक बार सभी को मैं धन्यवाद करता हूँ। God bless you all. परमेश्वर आप सबको आशीष करे। റൂത്തിനെ പോലെ നടക്കാം, रूथ के समान चले, പറ്റി നിൽക്കാം, साथ साथ बने रहे, ഉടമ്പടിക്ക് വേണ്ടി ഉറച്ചു നിൽക്കാം. वाचा के साथ दृढ़ता के साथ चले। ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता God करे। bless you all. आमेन।